റോഡ് വന്ന് ചേരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നും വന്നതാണെന്ന് തോന്നുന്നു ഈ ടിപ്പർ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം ആ ബൈക്ക് ഒരുപക്ഷെ ഇറങ്ങി വന്നതാകാം. അപ്പോൾ എന്താണെങ്കിലും ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബ്രേക്കിങ്ങിനിടെയാണ് ഈ നിയന്ത്രണം തെറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയും കുട്ടികളുടെ ദേഹത്തേക്ക് ആ ലോറി മറയുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി അതിൻ്റെ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, സ്കൂളിലേക്ക് ടിഫിൻ ബോക്സും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ആയി പോയ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മണ്ണ് കയറ്റിയ ലോറി മരണത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഊഹിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. പക്ഷേ അത് എങ്ങനെയാണ് അതിനെ പറഞ്ഞറിയിക്കുക എന്നറിയില്ല. അതിനപ്പുറത്തേക്ക് ഈ അപകടം നടന്ന സ്ഥലം അത്രമാത്രം അപകട സാഹചര്യമുള്ള സ്ഥലവുമല്ല എന്ന് മുൻ എം.എൽ.എയും നിലവിലത്തെ എം.എൽ.എയും ഒപ്പം മെമ്പറും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമായി ആദ്യ നിഗമനങ്ങൾ വരുന്നത്? ഈ പ്രദേശത്തു കൂടി എൽദോ പല ടിപ്പർ ലോറികളും രാവിലെ 8 മണി മുതലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ടിപ്പർ ലോറിക്ക് നമുക്ക് നിരോധനമെന്ന് നമുക്കറിയാം. അതിനു മുൻപ് വളരെ വേഗത്തിൽ ടിപ്പർ ലോറികൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടാരക്കരയിൽ നീലേശ്വരം എന്ന ഈ സ്ഥലം. MC റോഡിൽ കൂടി അമിത വേഗതയിൽ ടിപ്പർ ലോറികൾ പോകുന്ന വിവിധ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സമാനമായി തന്നെ ഇങ്ങനെ വേഗത്തിൽ വന്ന ഒരു ലോറി ഒരു ബൈക്കിനെ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ബസ് സ്റ്റോപ്പിൽ മതിലിനോട് ചേർന്ന് ബസ് കാത്തു നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. 10ഓളം ആളുകൾ ഈ അപകട സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും ലോറി മറിഞ്ഞതിനെ തുടർന്ന് ലോറിയുടെ ക്യാബിനടക്കം തകർന്നു. ഈ ലോറി മറിഞ്ഞു. മണ്ണ് പൂർണ്ണമായും ഈ ബസ് കാത്തുനിന്ന ആളുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. മണ്ണ് മാത്രമല്ല, മണ്ണും കല്ലും നമുക്ക് പാറക്കഷ്ണങ്ങളൊക്കെ കാണാം. ഇതടക്കമുണ്ടായിരുന്ന ലോഡായിരുന്നു അത്. ഇത് അടക്കം അങ്ങോട്ടേക്ക് വീഴുകയായിരുന്നു. പൂർണ്ണമായും ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളുടെ മുകളിലേക്ക് മണ്ണ് വീണു. ടിപ്പർ ഉയർത്തിയ ശേഷമാണ് നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ആയത്. നാട്ടുകാർ വളരെ വേഗത്തിൽ എത്തുകയും ഫയർഫോഴ്സ് സംവിധാനം അടക്കം എത്തുകയും മറ്റും ചെയ്തു. അല്പവും താമസിച്ചു രക്ഷാപ്രവർത്തനം. കാരണം ഈ ടിപ്പർ ലോറി ഉയർത്തുക എന്നുള്ളത് അതിശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അതിനുശേഷം ശ്രദ്ധാപൂർവ്വം മണ്ണ് മാറ്റുകയാണ് ചെയ്തത്. കാരണം നിരവധി ആളുകൾ, കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേർ ഇതിനുള്ളിൽ കുഴി കിടക്കുന്നുവെന്ന് സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സാവധാനം മണ്ണ് മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള 5 പേരെ കണ്ടെത്തിയത്. ഇതിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഔദ്യോഗികമായി അല്ല എങ്കിൽ പോലും നമുക്ക് പ്രദേശവാസികൾ പറയുന്ന വിവരമനുസരിച്ച് ടിപ്പർ ലോറി ഡ്രൈവറും മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ്. 7 കുട്ടികളും അടക്കം ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. 7 കുട്ടികളടക്കം 10 പേരാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എൽദോ, ഈ കുട്ടികൾ ഏതൊക്കെ സ്കൂളിലേതാണ് എന്നത് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. കാരണം നിരവധി സ്കൂളുകൾ സമീപ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ നിരവധി സ്കൂളുകളിലെ കുട്ടികൾ പതിവായി ബസ് കയറി പോകുന്ന ഒരു സ്റ്റോപ്പ് കൂടിയാണിത്. കുട്ടികൾ വിവിധ യൂണിഫോമുകൾ, വിവിധ കളറുകളിലുള്ള യൂണിഫോമുകളിലാണ് ഇവിടെ നിന്നിരുന്നത് എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോഴും അവിടെ നാട്ടുകാർക്കും തെരച്ചിൽ നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും മറ്റുമുണ്ട്. അവരതനുസരിച്ച് ഇപ്പോഴും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, ഈ അപകടത്തിൽ ഈ മതിൽ തകരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. മതിൽ തകർന്നപ്പോൾ ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ കൂടി ഇതിന് മുകളിലേക്ക് വീണു എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. ഒപ്പം മതിലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പാറക്കഷ്ണങ്ങളടക്കമാണ് ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ മുകളിലേക്ക് വീണത്. മാത്രമല്ല, തൊട്ടടുത്തുള്ള കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളും ഈ അപകടത്തിൽ തകർന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതും ഇവർക്ക് മുകളിലേക്ക് പതിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതൊരു വലിയ പ്രശ്നമായി മാറിയത്. അമിത വേഗതയിൽ ഇറങ്ങി വരികയായിരുന്നു അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ ദൃക്സാക്ഷികൾ ചിലർ പറഞ്ഞു വെക്കുന്നത്. 3 വഴികൾ ചേരുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഈ നീലേശ്വരം ജംഗ്ഷൻ. അവിടെ നിരവധി വാഹനങ്ങൾ ഈ സമയത്ത് കടന്നു പോകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. ടിപ്പർ വളവ് തിരിച്ചപ്പോൾ ഒപ്പം ബൈക്കിനെ വെട്ടിക്കാൻ ശ്രമിക്കുകയും ഒരുമിച്ചായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ടിപ്പറിൽ ഓവർലോഡാണ് എന്നുള്ള സംശയം നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ രാവിലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ ഈ മണ്ണുമായൊക്കെ കൊതിച്ചു പായുന്ന ഒരുപാട് ലോറികളുണ്ട്. പലപ്പോഴും പോലീസിൻ്റെയൊക്കെ പരിശോധനയും മറ്റും പ്രഹസനമാണ്. സമീപത്തുള്ള ആറുകളിൽ നിന്നും മറ്റും മറ്റ് പാറക്കോറുകളിൽ നിന്നും മറ്റും മണ്ണ് കയറ്റി വരുന്ന, അല്ലെങ്കിൽ പാറ കയറ്റി വരുന്ന, ഗ്രാവൽ കയറ്റി വരുന്ന ലോറികൾ നിരവധിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കൊല്ലം റൂറൽ SP അറിയിക്കുന്ന കണക്കനുസരിച്ച് 3
പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇതിൽ കുട്ടികളാണ് ഈ 3 പേരും എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഈ കുട്ടികളുടെയൊക്കെ രാവിലെ എൽദോ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് യൂണിഫോമും ബാഗും ഒക്കെ ധരിച്ച് ഇറങ്ങിയ കുട്ടികളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. മാതാപിതാക്കളൊക്കെ ഈ വിവരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനീഷ വീണ്ടും ചേരുന്നുണ്ട്. അവിടെ നിന്ന് വിനീഷ, കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അപകടത്തെ പറ്റിയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ പറ്റിയോ വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നുണ്ടോ വിനീഷ്? എന്തോ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മൃതശരീര അവശിഷ്ടങ്ങളടക്കം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. JCBയുടെ സഹായത്താലാണ് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള തെരച്ചിലുകൾ നടത്തുന്നത്. 2 പേരുടെ മരണം പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. അവരെല്ലാം സ്വകാര്യ ആശുപത്രിയിലും കൊട്ടാരക്കരയിലെ ആശുപത്രിയിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മൃതശരീര അവശിഷ്ടവും ലഭ്യമായിട്ടുണ്ട്. അത് ആരുടെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ വേദനയുള്ള ഒരു കാര്യം. കാരണം 7ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. 7 മണി സമയത്താണ് ഇവർ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ, കൊട്ടാരക്കരയിലുള്ള ട്യൂഷൻ സെന്ററിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ബസ് കാത്തു നിന്ന സമയത്തായിരുന്നു ഇതിന്റെ അപകടം ഉണ്ടായത്. ആവണീശ്വരം മുക്കോണിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. അമ്പലപ്പുറത്തു നിന്നും വരുന്ന ഒരു റോഡ് വന്ന് ചേരുന്ന ഒരു റോഡിലാണ് ഇവർ നിന്നത് പോലും. ഒരു ഇറക്കമുണ്ട്, ഒരു വളവുണ്ട്. അപ്പം നല്ലൊരു അപകടകരമായ രീതിയിലുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലമാണ്. മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ്. ശരി വിനീഷ്, ഒരു നിമിഷം. അവിടെ പ്രദേശത്തു നിന്നുള്ള അവിടുത്തെ റൈറ്റ് വിനീഷ് തുടരുക. ഒരു പ്രദേശവാസി ടെലിഫോണിൽ കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ ഡിസ്കണക്ട് ആയി, അതുകൊണ്ടാണ് ഇടപെട്ടത്. വിനീഷ് തുടരാം. എന്തോ നിറയെ ലോഡുമായി വന്ന ഒരു വാഹനമാണ്. ടിപ്പർ ലോറിയാണ്. മണ്ണ് കയറ്റി വന്ന വാഹനമാണ്. ഇത് വളവ് തിരിഞ്ഞു വന്ന സമയത്തായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റുള്ളവരും നിന്ന ഭാഗത്തേക്ക് വാഹനം ഇടിച്ചു കയറിയത്. നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ മറിയുകയായിരുന്നു. ഇവരുടെ ദേഹത്തേക്കാണ് മറിഞ്ഞത്. മണ്ണും കട്ടയും കല്ലും എല്ലാം ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിലുണ്ട്. ബിന്ദു കൃഷ്ണ, എങ്ങനെയാണ് ഈ അപകടം നടന്നതിനെ പറ്റി വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളുണ്ടോ? തീർച്ചയായും രാവിലെ മണ്ണ് കയറ്റി വന്ന ലോറിയാണ് ബസ് കാത്തു നിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയത്. 5 പേർ ലോറിയുടെ അടിയിൽ പെട്ടു എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. അതിൽ 3 പേർ മരണപ്പെട്ടു. 2 പേർ മുതിർന്നവരും 16 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. ഒരു മുതിർന്ന ആളിന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട്. മറ്റ് 3 കുട്ടികൾക്ക് മൈനർ ഫ്രാക്ചേഴ്സും ഉള്ളതായിട്ടാണ് ആദ്യ റൗണ്ടിൽ കിട്ടിയ വിവരം. ഏറെ വേദനാജനകമാണ്. മിനിസ്റ്റർ, അപ്പോൾ ഈ മരണം സംഭവിച്ചു എന്ന് പറയുന്നത് 3 പേരിൽ 2 പേർ മുതിർന്നവരാണ്. 2 പേർ മുതിർന്നവരാണ് എന്നാണ് ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ അപകടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അതെ അതെ. മറ്റൊരു വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. മറ്റു 3 വിദ്യാർത്ഥികൾക്ക് മൈനർ ഇഞ്ചുറീസും ഉള്ളതായിട്ടാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ അപകടത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ മിനിസ്റ്റർക്ക്? അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ദൃക്സാക്ഷികൾ പറയുന്നത് അമിത വേഗതയായിരുന്നു എന്നാണ്. ഈ ലോറി ഓവർലോഡ് ആയിരുന്നോ? ഓവർലോഡ്, അമിത വേഗതയാണെന്നാ പറഞ്ഞത്. ഓവർലോഡ് ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇതിപ്പോൾ അപകടം സംഭവിച്ചപ്പോൾ ചോദിക്കുന്നതല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരേണ്ട സാഹചര്യമൊക്കെ ഇപ്പോൾ നേരത്തെ മുന്നേ ഐഷ പോറ്റി സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് ഈ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് പല ടിപ്പർ ലോറികളുടെയും ഈ സഞ്ചാരം. നമ്മൾ ഇപ്പോൾ 2 വീലറിൽ പോകുന്ന ആളുകൾക്ക് അരികിലൂടെ ഒരു ടിപ്പർ ലോറി പോകുമ്പോൾ പോലും ഭയം തോന്നാറുണ്ട് പലപ്പോഴും, അതും കൂറ്റൻ ടിപ്പർ ലോറികളൊക്കെ. ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ കൊണ്ടുവരേണ്ട സാഹചര്യമായിട്ടില്ലേ മിനിസ്റ്റർ? നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.